السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം വഹിക്കുന്ന നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൽപ്പെട്ടതാണ് അൽ ഈമാനു ബിഅന്നഹു ബല്ലഗ റിസാല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വ അക്മലഹ, അതിനെ പരിപൂർണമാക്കിയിട്ടുമുണ്ട്. ഈ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. പ്രവാചകൻ അത് പരിപൂർണമാക്കിയിട്ടാണ് ഇഹലോകവാസം വെടിഞ്ഞത് എന്ന് നമുക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായി. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്മത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅസൂമാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അൽ ഈമാനു ബിഇസ്മതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅസൂമാണ്. പാപങ്ങൾ വരാത്ത, തിന്മകൾ കടന്നുകൂടാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വിശ്വാസം പരിപൂർണമായിട്ട് നമ്മിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅസൂമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ മഅസൂം എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ ഇസ്മത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾക്ക് വിശദീകരിക്കാം. അൽ ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് അൽ മൻഅ, തടയുക, പല കാര്യങ്ങളെയും തടഞ്ഞു നിർത്തുക, വൽ ഹിഫ്ള്, സംരക്ഷിക്കുക എന്നൊക്കെയാണ് ഇസ്മത്തിന്റെ പദാർത്ഥം. ശർഈയായിട്ട്, മതപരമായിട്ട് ഇസ്മത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. ലുത്ഫും മിനല്ലാഹി തആല യഹ്മിലു നബിയ്യ അലാ ഫിഅലിൽ ഖൈരി വയസ്ജിറുഹു അനിശ് ശർരി മഅ ബഖാഇൽ ഇഖ്തിയാരി തഹ്ഖീഖൻ ലിൽ ഇബ്തിലാ. അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, നന്മകൾക്ക് മാത്രമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക, തിന്മകൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരാതിരിക്കാനുള്ള കരുതലുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൽ നിന്ന് തടുത്തു നിർത്തുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥമായി ശർഈയായിട്ട് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നത്. ലിസാനുൽ അറബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ മക്കാനത്ത് സുന്ന, സുന്നത്തിന്റെ സ്ഥാനം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക, തിന്മയെ തൊട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടുത്തു നിർത്തുക. നമ്മൾക്കൊന്നും ഈ ഒരു ലുത്ഫ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. പ്രവാചകന്മാർ മഅസൂമീങ്ങളാണ്. പാപങ്ങൾ വരാത്ത, തിന്മകൾ വരാത്ത, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള തിന്മകൾ വരാത്തവരാണ് പ്രവാചകന്മാർ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും നമ്മൾ ഇത് വിശ്വസിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്മത്തുള്ള ഏതൊക്കെ ഭാഗങ്ങളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅസൂമാണ്, തിന്മകൾ കടന്നു വരാത്ത വ്യക്തിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഭാഗം, ഒന്നാമതായി നമ്മൾ ഈ വിഷയത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ദൗത്യത്തിൽ,
ദഅവത്തിൽ, റിസാലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകൾ വരാത്ത വ്യക്തിത്വമാണ്. ഒരിക്കലും തിന്മകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ കടന്നു വന്നിട്ടില്ല. ഒരു നിലക്കുള്ള ന്യൂനതകളും ആ വിഷയത്തിൽ കണ്ടെത്താൻ സാധ്യമല്ല എന്ന് നമുക്ക് പണ്ഡിതന്മാർ തെളിവുകൾ വെച്ചുകൊണ്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്ം 3-4 ആയത്തുകൾ അല്ലാഹു തആല അറിയിക്കുന്നു, വമാ യൻതിഖു അനിൽ ഹവാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏതൊരു കാര്യം അറിയിച്ചു തരികയാണെങ്കിലും അത് സ്വന്തം ഹവയുടെ അടിസ്ഥാനത്തിൽ, സ്വയം ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതെല്ലാം കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയില്ല. മതത്തിന്റെ ഒരു വിധി പറയേണ്ട സമയത്ത് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് സ്വഹാബത്ത് ചോദ്യങ്ങളുമായി വരുന്നു. ഹുക്മ് തേടിക്കൊണ്ട് വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വഹി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ പറയും, ആ വിധിയുടെ, ആ ഹുക്മിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അള്ളാഹു വഹയിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പ്രവാചകൻ മൗനം പാലിക്കും. പ്രവാചകൻ അതിന്റെ ഉത്തരം പെട്ടെന്ന് കൊടുക്കില്ല. ഇതൊക്കെ ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെയാണ് നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ അറിയാം, വഹിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ഈ വഹിയിൽ തന്നെയാണ് ഉൾപ്പെടുക എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്നും, ഇതിന്റെ തഫ്സീറുകളിൽ നിന്നും, മറ്റുള്ള ഹദീസുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ, റിസാലത്തിൽ ഒരിക്കലും തന്നെ ഒരു നിലക്കുള്ള ന്യൂനതകളും കളങ്കങ്ങളും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കണം. വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തുൽ ഹാഖ 44 മുതൽ 47 വരെയുള്ള വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് വഹയിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വകയായി വല്ലതും ചേർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കളവുകൾ അതിലെ കലർത്തുന്നുണ്ടോ? അതിനൊന്നും ഒരു സാഹചര്യവും ഇല്ല. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ ഹാഖ 44 മുതൽ 47 വരെയുള്ള വചനങ്ങൾ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. നമ്മുടെ മേൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതൻ എന്തെങ്കിലും കെട്ടിച്ചമച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നാം നമ്മുടെ വലത് കൈകൊണ്ട്, അങ്ങനെയാണ് തഫ്സീറിൽ കാണാൻ സാധിക്കുന്നത്, ബിൽ യമീൻ, നമ്മുടെ വലത് കൈകൊണ്ട് നാം അദ്ദേഹത്തെ പിടിക്കും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, പിന്നീട് നാം പ്രവാചകന്റെ ജീവനാഡിയെ മുറിച്ചു കളയും. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, ഈ ശിക്ഷ നൽകുമ്പോൾ ഇതിനെ തടയാൻ നിങ്ങളിൽ നിന്ന് ആരും ഉണ്ടാവില്ല. പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിലേ സംസാരിക്കാവൂ. എന്റെ മേൽ, അള്ളാഹുവിന്റെ മേൽ കളവ് പറയാൻ പ്രവാചകനെ അതിന് പറ്റില്ല, അധികാരമില്ല. അങ്ങനെ പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശിക്ഷ നാം അദ്ദേഹത്തിനും കൊടുക്കുമെന്നുള്ള നിലയ്ക്ക് സൂറത്തുൽ ഹാഖ 44 മുതൽ 47 വരെ വചനങ്ങളിൽ കൃത്യമായി പറയുന്നു. ഒരു ന്യൂനതയുമില്ല. ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തിട്ടില്ല എന്ന് ഈ 2 ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോക്കൂ, ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇമാം അബൂദാവൂദും ഇമാം അഹ്മദ്, ഇമാം ഹാക്കിം എന്നിങ്ങനെയുള്ള മുഹദ്ദിസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കുൻതു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നു. എന്തിനാണ്? ഉരീദു ഹിഫ്ളഹു, അത് മനപ്പാഠമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്. ഫനഹത്നി ഖുറൈശ്, അപ്പോൾ ഖുറൈശികൾ എന്നെ വിരോധിച്ചു. വഖാലു, ഖുറൈശികൾ പറഞ്ഞു, അതക്തുബു കുല്ല ഷൈഇൻ തസ്മഉഹു, കേൾക്കുന്നതെല്ലാം താങ്കൾ എഴുതി വെക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനല്ലേ? യതകല്ലമു ഫിൽ ഗദബി വറിദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമുണ്ടാകുമ്പോഴും ദേഷ്യമുണ്ടാകുമ്പോഴും ഒക്കെ സംസാരിക്കും. നമുക്കറിയാം, ദേഷ്യമുണ്ടാകുമ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മളുടെ മനസ്സ് വിചാരിക്കാത്തതൊക്കെ പുറത്തു വരും. അമിതമായ സന്തോഷത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത വാചകങ്ങൾ നമ്മുടെ സന്തോഷത്തിന്റെ ആധിക്യത്താൽ പുറത്തു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യന്റെ വാക്കല്ലേ താങ്കൾ എഴുതുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് ഖുറൈശികൾ ചോദിക്കുകയാണ്. അപ്പോൾ നോക്കൂ എന്താണ് ഉണ്ടായത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് ഫഅംസക്തു എന്ന് പറഞ്ഞു, ഞാൻ എഴുത്ത് നിർത്തി. അനിൽ കിതാബ് ഫദകർതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എഴുത്ത് നിർത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് കാര്യം പറഞ്ഞു, ഞാൻ എഴുത്ത് നിർത്തിയിട്ടുണ്ട്. ഖുറൈശികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ താങ്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുണ്ടായിരുന്നു, പക്ഷേ ഖുറൈശികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എഴുതി വെക്കണ്ട എന്ന്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഔമഅ ബിഉസ്ബുഇഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരൽ കൊണ്ട് എഴുതാൻ തന്റെ വായിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ഫഖാല പറഞ്ഞു, ഉക്തുബ്, നീ എഴുതണം. ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്. ഈ ഭാഗമാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഈ വായിൽ നിന്ന് ഹക്കല്ലാതെ ഒന്നും പുറത്തു വരില്ല. ഞാൻ മനുഷ്യനാണ്, ഞാൻ ദേഷ്യമുണ്ടാകുമ്പോൾ സംസാരിക്കും, ഞാൻ സന്തോഷമുണ്ടാകുമ്പോൾ സംസാരിക്കും, പക്ഷേ മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്, എന്റെ വായിൽ നിന്ന് സത്യമല്ലാതെ ഹക്കല്ലാതെ ഒന്നും വരികയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തബ്ലീഗ്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്. ഏതേത് സന്ദർഭങ്ങളിലും ഹക്ക് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നോക്കൂ മറ്റൊരു സംഭവം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മൂസ ബിൻ ത്വൽഹ ഉദ്ധരിക്കുകയാണ്. മൂസ ബിൻ ത്വൽഹ തന്റെ പിതാവിൽ നിന്ന് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ത്വൽഹത്ത് ബിൻ ഉബൈദില്ല പറഞ്ഞു, ഖാല മറർതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗമിൻ അലാ റൂസിൻ നഖ്ലി ഫഖാല മാ യസ്നഉ ഹൗലാഇ ഫഖാലു യുലഖിഹുനഹു യജഅലൂന അദ്ദക്കറ ഫിൽ ഉൻസാ ഫയൽഖഹു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അളുന്നു യുഗ്നി ദാലിക ശൈആ ഖാല ഫഉഖ്ബിറു ബിദാലിക ഫതറകൂഹു ഫഉഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക ഫഖാല ഇൻ കാന യൻഫഉഹും ദാലിക ഫലയസ്നഉഹു فإني إنما ظننت ظنا فلا تؤاخذوني بالظن ولكن إذا حدثتكم عن الله شيئا فخذوا به فإني لن أكذب على الله عز وجل. ഹദീസിന്റെ പൂർണ്ണ രൂപമാണ്. എന്താണ് ഹദീസിന്റെ സാരം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഒരിക്കൽ നടന്നു പോകുന്നു. എങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ അടുത്തുകൂടെ നടന്നു പോകുന്നു. അവർ ഈത്തപ്പനയെ പരാഗണം നടത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് പ്രവാചകൻ ചോദിച്ചു, ഇതുകൊണ്ട് വലിയ ഉപകാരമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഈ കാര്യം പരാഗണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ, കൃഷിക്കാരെ, ഒപ്പമുള്ള ആളുകൾ അറിയിച്ചു. അങ്ങനെ അവര് പരാഗണം നടത്തുന്നത് നിർത്തി. അങ്ങനെ ഇവർ നിർത്തിയ കാര്യം പ്രവാചകനെ സഹാബത്ത് അറിയിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു. എന്താണ് പറയുന്നത്? അതിനുകൊണ്ട് ഉപകാരമുണ്ടാകുമെങ്കിൽ അവർ ചെയ്തു കൊള്ളട്ടെ. ഫഇന്നി ഇന്നമാ വനന്തു വന്ന, ഞാനൊരു ഊഹം പറഞ്ഞതാണ്, എനിക്ക് കൃഷിയെക്കുറിച്ച് അറിയില്ല, ഞാൻ എൻ്റെ ഒരു വന്ന് മാത്രം പറഞ്ഞതാണ്. ഫലാ തുആഖിദൂനി ബില്ലന്നി, ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കേണ്ടതില്ല. വലാകിൻ, എന്നാൽ നിങ്ങൾ ഇദാ ഹദ്ദത്തുകും അനില്ലാഹി ശൈആ, അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഭൗതിക വിഷയമല്ല, ഇങ്ങനെയുള്ള ഭൗതികമായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അവിടെ കൃഷിയില്ല. എന്നാൽ മദീനയിൽ വരുമ്പോൾ ഇവിടെ കൃഷിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല. വലാകിൻ ഇദാ ഹദ്ദത്തുകും അനില്ലാഹി ശൈആ, അള്ളാഹുവിന്റെ ഒരു കാര്യം, മതത്തിന്റെ ഒരു വിഷയം ഞാൻ നിങ്ങളെ അറിയിച്ചാൽ
ഫഖുദൂ ബിഹി, അത് നിങ്ങൾ കൃത്യമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ലൻ അക്ദിബ അലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവെ തൊട്ട് ഞാൻ കളവ് പറയില്ല, അല്ലാഹുവിന്റെ മേൽ അല്ലാഹുവിന്റെ പേരിൽ ഒരു കളവും ഞാൻ പറയുകയില്ല, ഒരു അബദ്ധവും മതത്തിന്റെ വിഷയം പറഞ്ഞു തരുന്നതിൽ എനിക്കുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് മതം നമ്മുടെ അടുക്കലെത്തിയത്. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയത്. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തബ്ലീഗ് നിർവഹിച്ചത് എന്ന് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൽ ഹക്ക് മാത്രമാണ് ഉണ്ടാവുക, ഒരിക്കലും ബാത്തിൽ ഉണ്ടാവുകയില്ല. ഈ കാര്യങ്ങൾ നമ്മൾ അറിയുക, മനസ്സിലാക്കുക, അങ്ങനെയുള്ള നമ്മുടെ ദീനിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി